പി ആർ സുനിൽ, തുടർഭരണം എന്നത് സാധ്യമാണ് എന്ന ഒരു വിലയിരുത്തലിലേക്ക് ഇടതുപക്ഷം എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിലെ ഭിന്ന അഭിപ്രായങ്ങൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പല പേരുകൾ ഉയർന്നു വന്നത്, അങ്ങനെ പല സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് അവരെത്തുകയാണോ? അതുകൊണ്ടാണോ തുടർച്ചയ്ക്ക് സാധ്യതയുള്ള, വീണ്ടും മത്സരിപ്പിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള എംഎൽഎമാരെ സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് മാറ്റേണ്ട എന്ന ഒരു ആലോചനയിലേക്ക് അവരെ എത്തിക്കുന്നത്? സുനിൽ, സുജിയ, CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം CPM നമുക്കറിയാം, ആകെ ഇന്ന് രാജ്യത്ത് അധികാരത്തിലുള്ള ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. പശ്ചിമ ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ട ശേഷം ഇതുവരെ CPM-ന് അവിടെ തിരിച്ചു കയറാൻ സാധിച്ചിട്ടില്ല. വോട്ട് ശതമാനം 4-5% മാത്രമാണ്. 3 പതിറ്റാണ്ടിലധികം കാലം ഭരണത്തിലിരുന്ന പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ CPM-ന് കിട്ടുന്നത്. ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട ശേഷം CPM-ന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. 24% നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് വിഹിതം കുത്തനെ ഇടിയുന്ന സാഹചര്യം ത്രിപുരയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികാരത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി CPIM മാറും. അതുകൊണ്ട് ഏത് വിധേനയും ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് തന്നെയാണ് CPM-ന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ 2 ടേം എന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ CPM ആലോചിക്കുന്നത്. വിജയ സാധ്യതയുള്ളവരെ പരിഗണിക്കുക, അവരെ കൊണ്ടുവരിക, അതിൽ 2 ടേം എന്നുള്ളൊരു മാനദണ്ഡം തടസ്സമാകരുത് എന്ന് തന്നെയായിരിക്കും CPM തീരുമാനമെടുക്കുക. ഏതായാലും സംസ്ഥാന സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ചകളൊന്നും നടക്കാൻ സാധ്യതയില്ല. പക്ഷേ സമ്മേളനത്തിന് ശേഷമുള്ള സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും ആ ഒരു തീരുമാനം CPM എടുക്കും, CPM-ന് എടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് CPM-ന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി ഒരുപക്ഷെ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ടേം വ്യവസ്ഥ അങ്ങനെയാണെങ്കിൽ തേർഡ് ടേമിലേക്ക് വരികയാണെങ്കിൽ പി ആർ സുനിൽ, KK ശൈലജ, ഡോക്ടർ TM തോമസ് ഐസക് അടക്കമുള്ളവരെ, എന്തിന് G സുധാകരനെ പോലും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആലോചനയിലേക്ക് കൂടി പോകേണ്ടി വരില്ലേ? പ്രത്യേകിച്ചും ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ, അവരൊക്കെ ഇപ്പോഴും നല്ല പ്രതിച്ഛായയുള്ള നേതാക്കളാണ്. അപ്പോൾ പുതുമുഖ മന്ത്രിസഭ എന്ന 2ാം വട്ടം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴെടുത്ത ആ ഒരു തീരുമാനത്തിൽ നിന്ന് 3ാം വട്ടം കിട്ടുകയാണെങ്കിൽ പരിചയസമ്പന്നതയുടെ കൂടി ഒരു പ്രതിച്ഛായ മന്ത്രിസഭയിലടക്കം കൊണ്ടുവരും എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടി ആയിരിക്കുമോ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോക്ക്? തീർച്ചയായും അതിൽ വലിയ മാറ്റങ്ങൾ CPM-ന് വരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചതാണ്. പ്രത്യേകിച്ച് ഈ പല ജില്ലകളിലും ഇത്തരം തീരുമാനങ്ങൾ പാർട്ടി പ്രവർത്തകരുടെ അണികളിലൊക്കെ തന്നെ വലിയ എതിർപ്പുകൾക്ക് കാരണമായിരുന്നു. ഏതായാലും അന്ന് ഈ പാർട്ടിയുടെ ഒരു തീരുമാനം നടപ്പാക്കുക എന്ന ഒരു നിലയിലേക്കാണ് CPM പോയത്. ഏതായാലും ഇത്തവണ അങ്ങനെയൊരു തീരുമാനമെടുത്ത് CPM-ന് പോകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. അതുകൊണ്ട് ഒരുപക്ഷെ സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ G സുധാകരനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു മന്ത്രിയായിരുന്നു G സുധാകരൻ. തോമസ് ഐസക്കിന്റെ കാര്യത്തിലും അത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയൊക്കെ തന്നെ കൊണ്ടുവരിക. ഇപ്പോൾ 2 ടേം പൂർത്തിയായ ആളുകൾക്ക് വിജയ സാധ്യതയുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുക. ആ ഒരു തീരുമാനത്തിലേക്ക് CPM പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും കേരളത്തിൽ അധികാരം നിലനിർത്തുക, 3ാം തവണ അധികാരത്തിൽ വരിക, അതിനെന്തൊക്കെ വഴികൾ, എന്തൊക്കെ സാധ്യതകൾ, അത് നടപ്പാക്കുക. അക്കാര്യത്തിൽ വേണമെങ്കിൽ വലിയ വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടി വരുമെങ്കിൽ അത് വരുത്തുക എന്നത് തന്നെയാണ് CPM-ന്റെ തീരുമാനം. ആ നിലയിൽ തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്.